ഹലോ ഗെയ്സ്, അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടേക്കാണ്. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ UAE ഡയറീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനപ്പോൾ നാട്ടിൽ നിന്ന് UAEയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ സ്ട്രഗിളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം കൺസിസ്റ്റൻസി ഇതിനുണ്ടാവും എന്നറിയില്ല, എന്നാലും വീഡിയോസ് മാക്സിമം ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇതെൻ്റെ മുലപ്പാലാണ്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതും വിഷമിക്കുന്നതും ഈ ഒരു കാര്യത്തിനായിരിക്കും. അതായത് നമ്മുടെ കുഞ്ഞു കുടിക്കേണ്ട പാല് നമുക്കിങ്ങനെ പിഴിഞ്ഞ് കളയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അതൊരമ്മയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള വേദനയേക്കാൾ അത് ഭയങ്കര മാനസികമായിട്ടുള്ളൊരു വേദനയാണ്. അപ്പോൾ സ്റ്റിൽ ഞാൻ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെറിയ എൻ്റെ 2 പിള്ളേരെ വിട്ടിട്ട് ഞാനിപ്പോൾ ദുബായിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നമ്മുടെ ലൈഫ് പോകാണ്ടാവുമ്പോൾ ചില അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങളും ചില എന്തൊക്കെയോ കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ വന്നു പോകും. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു കാര്യമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു ട്രോമ ബോണ്ടിങ്ങിലായിരുന്നു. ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേര് നമ്മൾ നല്ലതുപോലെ വേദനിപ്പിക്കുന്നുണ്ടാവും. അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും. പക്ഷെ നമുക്ക് അവർ നമ്മളെ വേദനിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായാൽ പോലും അവരിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ആ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ വന്ന് നമ്മളോടൊരു സോറി പറയുമ്പോൾ നമുക്ക് ആ എടുത്ത വേദനയേക്കാൾ കൂടുതൽ അവരോടുള്ള സ്നേഹമാണ് മുമ്പിൽ നിൽക്കുക. പിന്നീട് അവർ നമ്മളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു സോറി പറച്ചിലിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വേദനിക്കാൻ നിന്നു കൊടുക്കുന്നൊരവസ്ഥ വരും. അതിനെയാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ട്രോമ ബോണ്ടിങ് ആണെന്നും നമ്മളതിൽ നിന്ന് റിക്കവർ ആവണമെന്നും നമ്മൾ സ്വയം മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഞാൻ പുറത്ത് വന്നൊരു സമയമായിരുന്നു അത്. ഈ ദിവസങ്ങളെന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. അത് മാനസികമായിട്ട്. കാരണം അവൾ കുടിക്കുന്ന അവസാനത്തെ പാലാണിത്, മുലപ്പാലാണിത്. ഞാനിങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവൾ ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അവൾ പിച്ച് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു വീഡിയോ കോളിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്നൊരു ബന്ധത്തിലേക്ക് ചുരുങ്ങിപ്പോവും. ഇതെല്ലാം ഓർത്തിട്ട് എത്രത്തോളം തളർന്നാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പലപ്പോഴും വീഡിയോയുടെ ഓരോ ഷോട്ടും കാണുമ്പോൾ സ്റ്റിൽ ഞാൻ കരയാണ്. കാരണം ഏതൊരു ന്യൂ ബോൺ ബേബിയുടെ അമ്മയെ സംബന്ധിച്ചും, ന്യൂ ബോൺ ബേബീസ് എന്ന് മാത്രമല്ല എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും സംബന്ധിച്ച് തന്നെ മക്കളെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ന്യൂ ബോൺ ബേബി കൂടി ആവുമ്പോൾ, പ്രത്യേകിച്ചൊരു ഫീഡ് ചെയ്യുന്ന അമ്മ കൂടി ആവുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അങ്ങനെ ഞാൻ എല്ലാം ആസ്വദിക്കുകയായിരുന്നു ലാസ്റ്റ് 2 ദിവസങ്ങളിൽ. നാട്ടിലെ മഴ, വാവയുടെ ചിരിയും കളികളുമൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം വെളുപ്പിനെയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഒരുപാട് പേരോട് പറയാണ്ട് ഞാൻ വന്നൊരു യാത്രയാണിത്. കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലൊരു സംഭവമായിരുന്നു ഇതും. എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അത്ര അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ചില ആൾക്കാരോട് പോലും ഞാനിങ്ങനെ പോവുകയാണെന്നുള്ള കാര്യം പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനന്ന് ഉണ്ടായിരുന്നത്. പൊതുവെ ഫ്ലൈറ്റ് യാത്രകളൊക്കെ വളരെ എൻജോയ് ചെയ്ത് കൗതുകത്തോടെ നോക്കി കണ്ടിരുന്ന എനിക്ക് ഇതത്ര സുഖമുള്ള യാത്ര ആയിരുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ഇതിന് മുമ്പാണെങ്കിൽ പോലും ആമി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഇത് ആരുമില്ല, എന്താണെന്നറിയില്ല, മുന്നോട്ട് എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ഈ പടികൾ കയറുമ്പോൾ എനിക്ക് ഒന്നും മാത്രമേ അറിയാവുള്ളൂ. ഞാൻ മനസ്സിലുറപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നേടിയിട്ട് മാത്രമേ ഇനി തിരികെ നാട്ടിലേക്കുള്ളൂ എന്നത്. പക്ഷേ ജോലി ആയിട്ടില്ല, മുൻപോട്ട് പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ഫുള്ളൊരു ബ്ലാങ്ക് മൈൻഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് കൊച്ചുങ്ങളെ കാണാഞ്ഞിട്ടുള്ള വിഷമവും സങ്കടവും എല്ലാം കൂടി വന്നിട്ട് അവരെ മിസ് ചെയ്തിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിലിരുന്ന് വരുന്നത്. പക്ഷേ പറഞ്ഞു വെച്ചതുപോലെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഒന്നും ചെക്ക് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കയറി സീറ്റിലിരിക്കാൻ നേരത്താണ് അത് വിൻഡോ സീറ്റാണെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. മേ ബി എൻ്റെ മൈൻഡിനേക്ക് ഒന്ന് റിലീഫാക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എല്ലാവരും വിൻഡോ സീറ്റ് ചോദിച്ച് മേടിക്കുന്ന സമയത്ത് ഞാൻ ഇത്തവണ ഒന്നും നോക്കാതെയാണ് ടിക്കറ്റ് എടുത്തത്. എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നൊരു ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. സീറ്റ് ഏതാണെന്നോ വിൻഡോ സീറ്റാണെന്നോ ഫുഡുണ്ടോ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദയവായിട്ട് അറിഞ്ഞു തന്നൊരു സീറ്റായിരുന്നു അത്. കാരണം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ ശൂന്യതയിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു 3-4 മണിക്കൂർ അതിനകത്തിരുന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ ഏകദേശം എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു.
പൊതുവേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് കാണുന്ന കാര്യങ്ങൾ ദൂരെ ദൂരെയായി വരുമ്പോൾ അടുത്തൊരു സ്ഥലം കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ അടുത്ത് കണ്ണിന് നേരെ കണ്ട സാധനങ്ങൾ കാഴ്ചയിൽ നിന്ന് മങ്ങിപ്പോയപ്പോൾ വേറെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നൊരു ഫീൽ എനിക്കുണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എനിക്ക് വിലപ്പെട്ട എന്തൊക്കെയോ അവിടെ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു ഫീലിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ കാത്തിരിക്കുന്ന വിശാലമായൊരു നഗരം മാത്രമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അവിടെ എൻ്റെ റോൾ എന്താണെന്നോ, എനിക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നോ, ഞാൻ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുമെന്നോ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആകെ അറിയുന്നത് അവിടെ ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ എന്നെ പിക്ക് ചെയ്യാൻ ഒരാളുണ്ടാവും എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ആ സമയം എനിക്കറിയാവൂ. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ നിന്ന സമയത്ത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള വിശാലമായൊരു നഗരം എൻ്റെ മുമ്പിൽ ഇതിങ്ങനെ തുറക്കുകയാണ്. വീണ്ടും ഓരോ കാഴ്ചകൾ അടുത്തടുത്ത് വന്നപ്പോഴും എൻ്റെ പഴയ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ജിജ്ഞാസ ഇതെല്ലാം എനിക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് മിസ്സായിപ്പോയ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോണിൽ ടൈം ചേഞ്ച് ആവുന്നത് എപ്പോഴാണെന്ന് ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. എല്ലാ ഫ്ലൈറ്റ് യാത്രയിലും ഞാൻ വിചാരിക്കാറുണ്ട് ഏത് സമയത്താണ് അത് ചേഞ്ച് ആവുന്നത് എന്നൊന്ന് നോക്കണം എന്ന്. പക്ഷേ ദൈവം സഹായിച്ച് ഇതുവരെ എനിക്കതിന് പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കുന്നവരെ ഇന്ത്യൻ ടൈം ആയിരിക്കും, കുറച്ച് കഴിഞ്ഞ് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ടൈം മാറിയിട്ടുണ്ടാവും. ഇത് ഏതൊരു ടൈമിലാണ് അത് മാറണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മറ്റ് രാജ്യങ്ങളെ പോലെയല്ല, നശിക്കാനും നന്നാവാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാനീ പോകുന്നത്. അതിലേത് വേണമെന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോരോ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും. ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും സ്റ്റിൽ ഇവിടെ നിൽക്കുന്നവരും ഞാനിവിടെ എടുക്കുന്ന സ്ട്രഗിളും അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഇവിടെ അനുഭവിക്കേണ്ടി വന്നെന്നും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ റുപ്പി 1 രൂപയും അല്ലെങ്കിൽ ദുബായ് ദർഹംസ് 1 ദർഹംസ് പോലും കയ്യിലില്ലാണ്ട് ഒരാൾ ദുബായിലേക്ക് കാലുകുത്തുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. എയർപോർട്ടിൽ വന്നിട്ട് ബാങ്ക് ബാലൻസ് ചോദിക്കും. അപ്പോൾ ബാങ്ക് ബാലൻസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഈ ഫ്ലൈറ്റ് തന്നെ ക്യാൻസലാവും, എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്തോ ദൈവം സഹായിച്ചിട്ട് മൈനസായി കിടക്കുന്നൊരു ക്രെഡിറ്റ് കാർഡ് കാണിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. നമ്മൾ എത്തേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതിന് ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഞാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രോപ്പർ ദുബായ് അല്ല, ഞാൻ ഷാർജയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി മുതലുള്ള വീഡിയോസിലേക്കാണ്. അപ്പോൾ ടാറ്റാ, ബൈ.